നമസ്കാരം. ഇന്നത്തെ വിഷയം തിരുവനന്തപുരത്തെ ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു മരണം തന്നെയാണ്. ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളുമൊക്കെ ഇങ്ങനെ നിറയുകയാണ്. പൊതുവെ മലയാളികൾ ഏതൊരു വിഷയത്തെയും രണ്ട് രീതിയിലാണ് സമീപിക്കുന്നത്. ഒന്ന് തികച്ചും രാഷ്ട്രീയപരമായാണ്, മറ്റൊന്ന് വൈകാരികപരമായാണ്. അതിൽ രാഷ്ട്രീയപരമായി എന്ന് നോക്കുമ്പോൾ അത് തികച്ചും ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്നവർ മറ്റുള്ളവരെയോ അങ്ങനെ പരസ്പരം ഇതിന്റെ ഉത്തരവാദി ആരാണ് എന്ന രീതിയിൽ ഇതിനെ ചർച്ച ചെയ്തു പോവുക എന്നുള്ളതാണ് ഒരു രീതി. മറ്റൊരു വലിയ വിഭാഗം ഇതിനെ വൈകാരികമായി സമീപിക്കാം. സത്യത്തിൽ ഇവരെ കൊണ്ട് ഈ ആദ്യം പറഞ്ഞ വിഭാഗത്തിന്റെ പോലുള്ള അത്രയും ഗുണമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരമൊരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കവിത എഴുതുക, ചിത്രം വരയ്ക്കുക എല്ലാം നല്ലത് തന്നെ, പ്രതിഷേധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വികാരം കൊള്ളേണ്ടുന്നത് തന്നെയാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെ കാരണം എന്ന് ഏതൊരു സംഭവത്തെയും വ്യാഖ്യാനിക്കുന്നതിൽ അതിന്റെ റൂട്ട് കോസ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ അതിലേക്ക് പോവുക അല്ലെങ്കിൽ അതിന്റെ മൂലകാരണത്തിലേക്ക് പോവുക എന്ന നിലയിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ പോലും അത് പ്രവർത്തിക്കാനോ ഉണ്ടാവാറില്ല. ഇപ്പോൾ തന്നെ അത് പൊതുവെ എങ്ങനെയാണ് വരുന്നത്, ഒരു തൊലിപ്പുറത്തെ ചികിത്സ എന്ന നിലയിലുള്ള ചില നടപടികൾ, കാര്യങ്ങളാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് പ്രശ്നം? എങ്ങനെയാണ് ഈ ഓരോ വ്യക്തിയുടെയും മാലിന്യങ്ങൾ റോഡിൽ അല്ലെങ്കിൽ തോടിലെത്തുന്നത്? എന്തുകൊണ്ടാണ് അത് വൃത്തിയാക്കാൻ ജോയ് എന്ന് പറയുന്ന ഒരു ആ പേരുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങുന്നത്? ജോയ്ക്ക് വീടില്ല, ജോയ്ക്ക് സ്ഥലമില്ല, മറ്റു തൊഴിലില്ല, മറ്റു വരുമാനമില്ല എന്നൊക്കെയുള്ള കഥനകഥകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജോയ്മാർക്ക് അങ്ങനെ മറ്റു തൊഴിലോ മറ്റു കാര്യങ്ങളോ വീടോ സ്ഥലമോ ഒന്നുമില്ലാതെ ഇങ്ങനെ അന്യന്റെ മാലിന്യത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്? ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ജാതി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും തിരിച്ചു. കാരണം ഇന്ത്യയെക്കുറിച്ച് നമ്മൾ എന്ത് ചർച്ച ചെയ്യുമ്പോഴും കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയും അതിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന സാമൂഹിക പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. ഈ പലപ്പോഴും നമ്മുടെ ഈ മാലിന്യം വലിച്ചെറിയുക എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഈ ആമയിഴഞ്ചാൽ തോടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള റോഡരികിൽ എങ്ങനെയാണ് ഇത്രയധികം മാലിന്യം തള്ളപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ മാനവ വിഭവ സൂചികകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാലിന്യം റോഡുകളിലും മറ്റും കിടക്കുന്നത്? പലപ്പോഴും അത് സർക്കാർ സംവിധാനങ്ങളുടെയോ അല്ലെങ്കിൽ ആരാണോ ഭരിക്കുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ മുതലേക്ക് ഇവരുടെ ഉത്തരവാദിത്തമൊക്കെ ആയാണ് പൊതുവെ ചർച്ച ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ത്യയേക്കാൾ ഒട്ടും സമ്പന്നമല്ലാത്ത അല്ലെങ്കിൽ തികച്ചും ദരിദ്രമായ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും തെരുവുകളിലൊന്നും ഇത്രത്തോളം വൃത്തികേടുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ ദാരിദ്ര്യമല്ല കാരണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പട്ടിണിയുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ചില രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുക്കും. യഥാർത്ഥത്തിൽ ഇവിടെ റോഡിൽ മാലിന്യം കൂടുന്നതിനും അത് വൃത്തിയാക്കാൻ വേണ്ടി ജോയിയെ പോലുള്ള ഒരാൾ ഇറങ്ങുന്നതും ജാതി തന്നെയാണ് കാരണം. എങ്ങനെയാണ് മാലിന്യം, വൃത്തി എന്നീ കാര്യങ്ങളിൽ ജാതി ഇടപെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ ദളിതർ ഒരു വിഭാഗം മനുഷ്യർ, അടിമകളാക്കപ്പെട്ട പോലെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, ഇവരുടെ ഒരു വിഭാഗത്തിന്റെ കുലത്തൊഴിൽ തന്നെയായിരുന്നു ഈ പറയുന്ന മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം നീണ്ടകാലം നിലനിൽക്കുന്നു. സമീപകാലത്ത് 1993 ഈ മാനുവൽ സ്കാവെഞ്ചിങ്ങും അതുപോലെ ഈ ഡ്രൈ ടോയ്ലറ്റുകളും ഒക്കെ നിരോധിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഈ സഫായി കർമ്മചാരി ആന്തോളന്റെ ഒക്കെ ഭാഗമായുള്ള കേസുകൾ, ചർച്ചകളൊക്കെ ഉയർന്നു വന്നപ്പോൾ 2013 ഇത് സംബന്ധിച്ച് ഒരു സമ്പൂർണ്ണ ഒരു ശക്തമായ നിയമം ഉണ്ടാവുന്നതും ഇത് സമ്പൂർണ്ണമായി നിരോധിക്കപ്പെടുന്നു. ഒരു തരത്തിൽ മാനുവൽ സ്കാവെഞ്ചിങ് ഇല്ലാതായി എന്ന് പറയുമ്പോൾ തന്നെയും ഇത്തരം മാൻ ഹോളുകളിൽ ഇറങ്ങി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് മാൻ ഹോളുകളിൽ ഇറങ്ങി ഇത് വൃത്തിയാക്കുന്ന മനുഷ്യർ, അവർ ദളിതരാണ്. അവർക്ക് ഭൂമിയില്ല, അവർക്ക് അഡ്രസ് ഇല്ല, അവർക്ക് സ്ഥലമില്ല, അവർക്ക് മറ്റു വരുമാനമില്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് മറ്റൊരു അത്താണിയില്ല. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. മാലിന്യം വലിച്ചെറിയുന്നത്.
വൃത്തിയാക്കുക എന്നത് തന്റെ ജോലിയല്ല, തന്നെക്കാൾ ജാതിയിൽ താഴ്ന്നവന്റെ ജോലിയാണ് എന്ന് പറയുന്ന സവർണ ബോധത്തിൽ നിന്നാണ് ഇന്ത്യക്കാരന്റെ, അതുപോലെ മലയാളിയുടെ ഈ വലിച്ചെറിയലും വൃത്തികേടുകളും വൃത്തികേടാക്കലുകളും തുടങ്ങുന്നത്. അതായത് വീടുകളിൽ ഇപ്പോൾ ഈ പറയുന്ന മനുഷ്യൻ ആധുനിക മനുഷ്യനായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആധുനിക സംസ്കാരമാണ് എന്ന് പറയുന്ന ഫ്ലാറ്റുകളിൽ പോലും അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ വീട്ടിലെ തുണിയൊക്കെ കൊണ്ടുപോയി അലക്കാനുള്ള ഒരു സെർവന്റ് എന്നതിനപ്പുറത്ത് ഹൗസ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ദിവസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരു തവണ വീട്ടിൽ വന്ന് ടോയ്ലറ്റുകൾ കഴുകി വൃത്തിയാക്കി പോകുന്ന ആളുകളുണ്ട്. ഹൗസ് ഹെൽപ്പ് എന്നൊക്കെയാണ് അവരുടെ ഈ മോഡേൺ പേര്. ഇവർ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ മറ്റൊരാൾ വേണ്ടി വരുന്നത്? അതല്ലെങ്കിൽ എന്റെ പറമ്പിലുള്ള മാലിന്യം ഞാനത് ഒഴിവാക്കുകയാണ്, അത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണ്. വൃത്തിയാക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമല്ല, മാലിന്യം എടുക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുന്ന ചിന്ത തന്നെ സവർണ ചിന്തയിലാണ്. എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് സ്വന്തം ടോയ്ലറ്റ് വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വിസയൊക്കെ എടുത്ത് സ്റ്റുഡന്റ് വിസയിലൊക്കെ വിദേശത്തേക്ക് പോകുന്ന ആളുകളെ, അവരുടെ മക്കളെയൊക്കെ ചില മാതാപിതാക്കളൊക്കെ പറയാറുണ്ട്, ഞാൻ അവരെ സർവൈവിംഗ് സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ സർവൈവിംഗ് സ്കിൽസ്? വല്ല നീന്തലോ കരാട്ടയോ കുങ്ഫു ഒക്കെയാണോ? അല്ല, ടോയ്ലറ്റ് വൃത്തിയാക്കാൻ, പാചകം ചെയ്യാൻ. ഇത്തരത്തിലുള്ള ഒരു ബോധം, ഈ സവർണ ബോധത്തിന് ഇരയാക്കപ്പെടുന്ന ദളിതർ, സവർണർ വലിച്ചെറിയുന്ന മാലിന്യ കൂമ്പാരത്തിലേക്ക്, അവന്റെ വിസർജ്യത്തിലേക്ക് ഊളിടേണ്ടി വരുന്ന ദരിദ്രർ, ഇവരെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെയാണ് നമുക്ക് ചികിത്സിക്കേണ്ടത്. അതല്ലാതെ നേരത്തെ അട്ടപ്പാടിയിലെ ആദിവാസി മധു മരിച്ചു വീണപ്പോൾ ഒരുപാട് കവിതകളും ചിത്രങ്ങളും എഴുതിയതുപോലെ ജോയിയെ കുറിച്ച് കവിതകളും ചിത്രങ്ങളും എഴുതിയാൽ അത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ബലമുണ്ടാക്കും എന്ന് കരുതാൻ കഴിയില്ല. നിങ്ങളുടെ വീട്ടിലെ മാലിന്യം, നിങ്ങളുടെ ടോയ്ലറ്റ്, ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് വൃത്തിയാക്കാൻ കഴിയുന്നില്ല? ഉറവിടകര മാലിന്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? എല്ലാത്തിനും അപ്പുറത്തൊരു ഈയിടെ ഒരു രസകരമായ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടു. അതേക്കുറിച്ച് കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അത് ഇങ്ങനെയാണ്, വീട്ടിൽ ഈ മാലിന്യം എടുക്കാൻ വേണ്ടി വരുന്ന ഹരിതകർമ്മ സേനയുടെ സ്ത്രീകൾ, അവർ പ്ലാസ്റ്റിക് സഞ്ചികളിലൊക്കെ മാലിന്യമൊക്കെ കളഞ്ഞ് കഴുകി വെച്ചില്ലെങ്കിൽ എടുക്കുന്നില്ല. ഇതൊക്കെയാണോ നമ്മളുടെ പണി? ഇവളുമാരൊക്കെ പിന്നെ എന്തിനാണ് ഇത് എടുക്കാൻ വരുന്നത് എന്നാണ് ഒരു വ്യക്തി പോസ്റ്റ് ഇടുന്നത്. ഈ പോസ്റ്റിനെ അനുകൂലിച്ച് നിരവധി കമന്റുകളാണ് അവിടെ വരുന്നത്. സംഭവത്തിലാണ്, ഞാൻ വീട്ടിലേക്ക് എന്റെ സാധനങ്ങൾ മേടിക്കും, അത് ഞാൻ പണം മുടക്കാൻ തയ്യാറാണ്. എന്റെ വീട്ടിലേക്ക് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യും, അത് ഞാൻ പണം മുടക്കാൻ തയ്യാറാണ്. സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഫുഡ് വാങ്ങും, അത് ഞാൻ പണം മുടക്കാൻ തയ്യാറാണ്. എന്നാൽ എന്റെ മാലിന്യം സംസ്കരിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമല്ല, അത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണ്. അത് ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെയോ ഉത്തരവാദിത്തമാണ്. അത് എന്റേതല്ല. ഞാൻ വലിച്ചെറിയും, ഞാൻ മലിനീകരിക്കും, എന്റെ മാലിന്യം എടുക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എടുത്താൽ മതി, അതിലെനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ചിന്തിക്കുന്ന, പഠിപ്പും വിവരവും ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഒരു സമൂഹം, അവരാണ് ഈ ജോയിയെ കാൽപ്പനികവൽക്കരിക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയണം എത്രത്തോളം മാറ്റം ജോയിയുടെ മരണം കൊണ്ട്, ജോയിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് നമുക്കുണ്ടാകുമെന്ന്. നന്ദി, നമസ്കാരം.